എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പിസ്സ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുള്ള ചേരുവകൾ എന്തെല്ലാം നോക്കുക. ഫസ്റ്റ് എൻ്റെ മുളക് 3 മുളകാണ്, പിന്നെ ഒരു തക്കാളി, പിന്നെ വലിയുള്ളി, പിന്നെ ക്യാപ്സിക്കൻ, പിന്നെ 1/2 ലിറ്റർ പാല്, പിന്നെ ബ്രെഡ് ചെറുതാക്കി അരിഞ്ഞത്, മുട്ട 4 എണ്ണം, തക്കാളി സോസ്, പഞ്ചസാര, ഉപ്പ്, കുരുമുളക് പൊടി, ചീസ്, ബട്ടർ. ഓക്കെ, എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാത്രത്തിൽ മുട്ട പൊട്ടിക്കാം. മുട്ടയും അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇടാം. ഞങ്ങൾ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഉപ്പ് ചേർക്കാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. പാൽ ഒഴിക്കാം. നന്നായിട്ട് ഇളക്കുക. നന്നായിട്ടൊന്ന് ഇളക്കിയിരിക്കുന്നു. ഇനി നമുക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കാം. ഇനി ബ്രെഡ് നന്നായിട്ട് മിക്സ് ചെയ്യാം. പോലെ നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. അങ്ങനെ ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ചെറിയ തീരാട്ടോ ഞങ്ങൾ വെച്ചിരിക്കുന്നത്. നമുക്ക് സൺഫ്ലവറിൻ്റെ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ബ്രെഡ് കുഴച്ചത് ഇതിലേക്ക് ചേർക്കാം. ഞങ്ങളൊരു പിസ്സയുടെ ആകൃതിയിൽ ആക്കിയിട്ടുണ്ട്. അടി ഒന്ന് നന്നായിട്ടൊന്ന് വേകട്ടെ. കുറച്ചു നേരം മൂടി വെക്കാം. ഇനി നമുക്ക് തുറന്നു നോക്കാം. അങ്ങനെ ഞങ്ങൾ തുറന്നിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് എടുക്കുക. ഈ പാത്രത്തിലേക്ക് ചട്ടി ഓടിക്കനെ മറിച്ചിടാം. കുറച്ച് കരിഞ്ഞു പോയിട്ടാ, അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇങ്ങനെ തന്നെ. ഇനി നമ്മളെ തക്കാളി സോസ് ഒഴിക്കാം. നന്നായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. സ്പൂൺ കൊണ്ട് ഇങ്ങനെ ലെവലാക്കാം. ഫസ്റ്റായിട്ട് വലിയ ഉള്ളി അണ്ട് നിരത്തി കൊടുക്കാം. ഇതിൻ്റെ മേലേക്ക് ഇടുക കേട്ടോ. പിന്നെ മുളക്, പിന്നെ തക്കാളി, ഇനി ക്യാപ്സിക്കം, മുളക്, ഇത് ചീസ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇതൊന്ന് അടിച്ചു വെക്കാം നമുക്ക്. ഗൈസ്, ഇനി നമുക്ക് തുറക്കാം കേട്ടോ. ഇതുപോലെ ആക്കണം കേട്ടോ. നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. പിസ്സ റെഡി ആയിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, കമന്റ്, ഷെയർ. ഗായ്സ്, ഒരു തെറ്റ് പറ്റിയിരുന്നു. ബട്ടറിന്റെ പകരം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അതിലേതായാലും കുഴപ്പമില്ല.